ആകെയുള്ള 28 അംഗ പട്ടാമ്പി നഗരസഭയിൽ 10 സീറ്റുകളുള്ള UDF-നൊപ്പം 6 സീറ്റുകളുള്ള ഷാജിയുടെ V4 പട്ടാമ്പിയും ചേർന്നതോടെ നഗരസഭ UDF-ന് ലഭിച്ചിരിക്കുന്നു. പക്ഷേ തെരഞ്ഞെടുപ്പിന് ഒരു മാസം പോലും ഇല്ലാത്തതിനാൽ മറ്റ് നടപടിക്രമങ്ങളൊന്നും ഉണ്ടാകില്ല. അതായത് ഈ കാലാവസ്ഥകൾ അനുകൂലമാകുമ്പോൾ ചില പ്രദേശങ്ങൾ തേടി ദേശാടന പക്ഷികൾ വരാറുണ്ട്. അങ്ങനെ വരുമ്പോൾ ഒരു കാര്യം ഉറപ്പിക്കുക, ആ പ്രദേശത്ത് നല്ല ആളുകളാണെന്നുള്ളത്. പറഞ്ഞു വരുന്നത്, പ്രത്യേകിച്ച് കേരളത്തിന് പുറത്തുള്ള സംസ്ഥാനങ്ങളിൽ തെരഞ്ഞെടുപ്പ് അടുക്കുന്ന സമയത്തുണ്ടാകുന്ന പ്രതിഭാസം പോലെ ഭരണം ലഭിക്കാൻ സാധ്യതയുള്ള പാർട്ടികളിലേക്ക് ആളുകൾ വരികയാണ്. കേരളത്തിൽ അത് കുറവായിരുന്നുവെങ്കിലും ഇത്തവണ അതും കാണുകയാണ്. തിരുവനന്തപുരം മുതൽ കാസർഗോഡ് വരെ പലയിടങ്ങളിലും അത് കാണാൻ തുടങ്ങിയിട്ടുണ്ട്. ഇപ്പോഴിതാ പട്ടാമ്പി നഗരസഭയിലെ ഭരണം നിയന്ത്രിച്ചിരുന്ന പ്രമുഖ നേതാവ് കോൺഗ്രസിൽ ചേർന്നിരിക്കുകയാണ്. പട്ടാമ്പി നഗരസഭ വൈസ് ചെയർമാനും V4 പട്ടാമ്പി നേതാവുമായ TP ഷാജിയാണ് കോൺഗ്രസിലേക്ക് വന്നിരിക്കുന്നത്. നിലവിലെ വൈസ് ചെയർമാൻ സ്ഥാനവും കൗൺസിലർ സ്ഥാനവുമൊക്കെ അദ്ദേഹം രാജിവെച്ചിരിക്കുന്നു. ഷാജി പട്ടാമ്പിയെ സംബന്ധിച്ചിടത്തോളം പട്ടാമ്പിയുടെ ഹൃദയം തൊട്ട നേതാവ് തന്നെയാണ് അദ്ദേഹം. 2015-ൽ നഗരസഭയിൽ 28-ൽ 19 സീറ്റിലും വിജയിച്ച അധികാരത്തിലെത്തിയ UDF-ന് 2020-ൽ ആ ഭരണം നഷ്ടപ്പെടാൻ V4 പട്ടാമ്പി കാരണമായി. 3 സീറ്റ് മാത്രം നേടിയിരുന്ന LDF-ന് 11 സീറ്റുകൾ നേടാൻ കഴിഞ്ഞു. V4 പട്ടാമ്പി ഇടതുപക്ഷത്തിന് പിന്തുണ പ്രഖ്യാപിച്ചതോടെ ഭരണവും ലഭിച്ചു. തുടർന്നാണ് ഷാജി നഗരസഭ വൈസ് ചെയർമാനായത്. ഷാജി തിരിച്ചു വരുന്നതോടെ നഗരസഭയിൽ വൻ വിജയം നേടാനാകുമെന്ന പ്രതീക്ഷയിലാണ് കോൺഗ്രസ്. ഒന്നിച്ചുണ്ടായിരുന്ന കോൺഗ്രസിനും ഷാജിക്കും വേർപിരിയേണ്ടി വന്നതു മുതലാണ് പട്ടാമ്പി നഗരത്തിൽ കോൺഗ്രസിന് ഭരണം നഷ്ടപ്പെട്ടത് എന്നത് ഒരു യാഥാർത്ഥ്യമാണ്. അതായത് 2020-ലെ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ പട്ടാമ്പി നഗരസഭയിലെ കോൺഗ്രസ് സ്ഥാനാർത്ഥി പട്ടികയിൽ ഇടം നേടാതിരുന്നതോടെയാണ് KPCC നിർവാഹക സമിതി അംഗമായിരുന്ന ഷാജി കോൺഗ്രസ് വിട്ട് V4 പട്ടാമ്പി എന്ന കൂട്ടായ്മ രൂപീകരിച്ചത്. തെരഞ്ഞെടുപ്പിൽ വീറുറ്റ മത്സരമാണ് V4 പട്ടാമ്പി നടത്തിയത്. V4 പട്ടാമ്പി മത്സരിച്ച 6-ൽ 6 പേരും വിജയിച്ചു എന്നുള്ളത് ഷാജിക്ക് പട്ടാമ്പിയിലുള്ള സ്വാധീനം തെളിയിക്കുന്നതാണ്. അങ്ങനെ ചില സമയങ്ങളിൽ പാർട്ടിക്ക് വന്ന പ്രതിസന്ധികൾ, അതുമായി ബന്ധപ്പെട്ട് പാർട്ടി വിട്ടു പോയവർ അവരെല്ലാം തിരിച്ചെത്തുന്ന സമയമാണിത്. അതായത് അധികാരത്തിൽ എത്തുമെന്ന് മാത്രമല്ല, കോൺഗ്രസ് സംസ്ഥാനത്ത് ശക്തമായി തിരിച്ചു വരുന്നു എന്നുള്ളതിന്റെ സൂചനയാണ് മുഴുവൻ കാണുന്നത്. പട്ടാമ്പി പിടിച്ചെടുത്തു എന്ന ഒരു പ്രതീതി ഉണ്ടാക്കിയ ഷാജി തന്നെയാണ് അതിൽ പ്രമുഖൻ. നമുക്കറിയാം, പട്ടാമ്പി നിയമസഭാ മണ്ഡലവും UDF-ന് ഏറെ സ്വാധീനമുള്ളതാണ്. മാറി മാറി ജയിക്കുന്ന ഒരു മണ്ഡലമായിരുന്നു. ഈ അനുകൂല സാഹചര്യങ്ങളെല്ലാം വരുന്നതോടെ പട്ടാമ്പിയിൽ ജയിക്കാനാകുമെന്ന് UDF-ലും ആത്മവിശ്വാസം വന്നിരിക്കുകയാണ്. നിലവിൽ പട്ടാമ്പി നഗരസഭയിൽ ആകെയുള്ള 28 സീറ്റുകളിൽ LDF-ന് 11-ഉം UDF-ന് 10-ഉം BJP-ക്ക് 1 സീറ്റുമാണുള്ളത്. ഒപ്പം തന്നെ V4 പട്ടാമ്പിക്കും 6 സീറ്റുകളുണ്ട്. അവിടെയാണ് ആര് പട്ടാമ്പി ഭരിക്കുമെന്ന് ഷാജി തീരുമാനിച്ചത്. അങ്ങനെയാണ് LDF ഭരിച്ചത്. ഷാജിയുടെ 6 പേര് ഈ നിമിഷം മുതൽ UDF-ന് പിന്തുണ നൽകുന്നതോടെ പട്ടാമ്പി നഗരസഭ കോൺഗ്രസ് തിരിച്ചു പിടിച്ചു എന്ന് തന്നെ പറയാം. കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം അങ്ങനെയുള്ള ഒരു നേതാവ് പാർട്ടിയിലെത്തുന്നത് ശുഭസൂചന തന്നെയാണ്.